വിഷുവിന്റെ തലേന്ന് നാട്ടിലേക്ക് പോകാന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. നല്ല തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ബെർത്തുമ്മ കയറിയിരുന്നു. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഒരു പത്തിരിയും കഴിച്ചു. ട്രെയിൻ കയറുമ്പോൾ തിരക്കിന്റെ ഇടയിൽ എന്റെ ചെരുപ്പ് പാളത്തിലേക്ക് വീണിട്ട് അതെടുക്കാൻ നിന്നുകൊണ്ട് എനിക്ക് സീറ്റും കിട്ടിയിട്ട് അതിന്റെ സങ്കടമാണ് ഈ കാണുന്നത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് സീറ്റ് താഴെ കണ്ടു. അങ്ങനെ ഒരു ധൃതിയിൽ ഇറങ്ങിയതാണ് ഗൈസ്. പിന്നെ എനിക്ക് പണിവളി എന്റെ പാന്റ് കീറി ഗൈസ്. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ നേരെ ബാത്റൂമിൽ പോയിട്ട് ഉണ്ടായ ഒരു ടോപ്പ് എടുത്തിട്ടാ ഭാഗ്യത്തിന് ഒരു ചുരിദാർ എന്റെ ബാഗിലുണ്ടായി. അതൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നേരെ ടൗണിലേക്ക് പോയിട്ടാ. നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ് ഞാനും കാവ്യമാധവൻ ചേച്ചിയൊക്കെ പഠിച്ചിട്ടുള്ള രാജാ സ്കൂൾ കേട്ടോ. ആടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടാ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വേർത്തിട്ടുണ്ട്. അവിടുന്ന് എന്റെ നാട്ടിലേക്കുള്ള തമ്പുരാട്ടി ബസ്സിൽ കയറിയിട്ട് ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് നേരെ വീട്ടിലേക്ക് എത്തി. പെസ്കുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ നല്ല ചക്കയും കോയും വേവിച്ചത് എനിക്ക് തന്നു. ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്, നിങ്ങൾ ട്രൈ ആക്കുക കിട്ടാ. അങ്ങനെ രാത്രി ആയപ്പോൾ രേശേട്ടനും ചന്ദ്രവും അപ്പുറത്തെ പിള്ളേരും ഇപ്പുറത്തെ പിള്ളേരും എല്ലാരും കൂടി ക്ലബിന്റെ മുറ്റത്ത് നിന്ന് പടക്കാൻ പൊട്ടിച്ചു. അന്നേതോ ശനിയാഴ്ച ആയെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പ്രസാദം ഉണ്ടായിരുന്നു അമ്പലത്തെ. നല്ല പൈങ്കൂറ്റി കഴിച്ചു. ഞാനും എല്ലാ പിള്ളേരും കൂടിയിട്ട് അത് തിന്നുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പിള്ളേർ വന്നു. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ എടുത്തത്. പിന്നെ ഫുള്ള് പടക്കം പൊട്ടിക്കൽ തന്നെ പടക്കം പൊട്ടിക്കല്. പിള്ളേരെയും കുറച്ച് പടക്കം ഉണ്ടായിന്. അതിനുശേഷം ഒരു സിപ്പപ്പ് വെച്ചു. അമ്മയുടെ വീട്ടിൽ ഇഷ്ടം പോലെ സിപ്പപ്പ് ഉണ്ട്. പിന്നെ ഞാൻ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. അമ്മ നല്ല അവലും മലരൊക്കെ കുഴച്ചിട്ട് തന്നു കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് സ്വാമീൻ്റെ പ്രസാദം ഉണ്ടായിന്. അതും ഞാൻ നല്ല വൃത്തിക്ക് തിന്നു. പിന്നെ പിള്ളേർ വന്നിട്ടാകുമ്പോൾ അവരെ ഒരു സിപ്പപ്പ് മേടിച്ചിട്ട് ആദ്യം തിന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അമ്മ മാഗി ഉണ്ടാക്കി തരാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് വട്ടത്തിലിരുന്നിട്ട് പീടിയേനെ മുറ്റത്ത് തന്നെ ഇരിക്കുക. അങ്ങനെ അമ്മ പീടിയേന്ന് കുറച്ച് മാഗിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. ടാറ്റാ.